പറഞ്ഞു കേട്ട കാര്യങ്ങളിലൊക്കെ കേൾക്കാൻ നല്ല സന്തോഷമുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. ഏകദേശം 2021 ഇത് എഴുതിയത്. കിഷ്കിന്ധയും ആ സമയത്ത് തന്നെ. കിഷ്കിന്ധ എഴുതി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആണ് ഇതിൻ്റെ എഴുത്തിലേക്ക് കിടക്കണത്. അപ്പോൾ വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഇല്ലായിരുന്നു. വേറെ ഇപ്പോൾ കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങാനിരിക്കുന്ന ഒരു ടെൻറ്റേറ്റീവ്, ഐ മീൻ ഒരു ഇച്ചിരി അനിശ്ചിതത്വത്തിലായിരുന്നു. എന്നായിരിക്കും ആ ഡേറ്റ് വരാൻ പോകുന്നത് എന്നുള്ള അറിയാത്തതുകൊണ്ട്. അപ്പോൾ ആ സമയം വെറുതെ പാഴായി പോകുന്ന ഒരു കുറ്റബോധം വല്ലാണ്ട് മനസ്സിനെ അലട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കൃഷി നടത്തി നോക്കാം, ഭാവിയിൽ എന്തെങ്കിലും അതിനൊരു ടേക്ക് അവേ ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് ആ സമയം നഷ്ടപ്പെട്ടായിട്ട് തോന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതാനിരിക്കണത്. അപ്പോൾ എനിവേ ആ സമയത്ത് വേറെ വർക്കിന് എന്നെ സിനിമാറ്റോഗ്രഫി ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനി പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. എനിക്ക് കിഷ്കിന്ധ എപ്പോഴും ഓൺ ആവുകയെന്ന് അറിയില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല. നമുക്ക് എവിടുന്ന വർക്കിന് ആരെങ്കിലും വിളിച്ചാലാണല്ലോ നമുക്കും തൊഴിൽ ജീവിതമൊക്കെ മുന്നോട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയത്തേക്ക് എന്തായാലും കിഷ്കിന്ധ തുടങ്ങാനിരിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. വീട്ടിലായിരുന്നു. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഇരിക്കാൻ പറ്റി. അത് തന്നെ മെയിൻലി ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകുന്നു എന്നുള്ളത് തന്നെയാണ് മേജർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് എങ്ങനെയോ സംഭവിച്ചു വരാം. പിന്നെ എനിക്ക് ഈ ഡെലിബറേറ്റ് പ്ലാൻസുകളൊന്നുമില്ല. അത് മുൻകൂട്ടി കഥ നിശ്ചയിക്കലോ മുൻകൂട്ടി കഥ രൂപപ്പെടുത്തലോ സ്റ്റോറിയിൽ തന്നെ ഈ കഥ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള യാതൊരു ടാർഗറ്റഡ് ഗോൾസും ഇല്ല. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പോണതുപോലെ പോട്ടെ, ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ, ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് തുടങ്ങണേ. അപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടും പ്രഷറല്ല. ഇത് ഇവിടെ കൊണ്ടുപോയി മുട്ടിക്കണമല്ലോ, ഇത് എങ്ങനെ ഞാൻ അവിടെ ആയിട്ട് കണക്ട് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ബ്രെയിൻ വർക്ക് വരിക. അപ്പോഴായിരിക്കും ഫറ്റീഗ് വരിക, പ്രഷർ ആവുക, സ്ലോ ഡൗൺ ആവുക. എനിക്ക് ഈ പറഞ്ഞൊരു ലക്ഷ്യബോധം ഇല്ലാണ്ട് വെറുതെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുകൊണ്ട് അറിയാണ്ട് സംഭവിച്ചു വരുന്നതാണ്.